ലോകരാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തിനായിട്ടുള്ള പോരാട്ട വഴികളിൽ നിരവധിയായ പരാജയങ്ങളെ നേരിട്ടിട്ടുണ്ട് അന്നത്തെ മത്സരങ്ങളിൽ ഏർപ്പെട്ട മിക്ക രാജ്യങ്ങളും. മനുഷ്യൻ്റെ ഇച്ഛയ്ക്ക് മുന്നിൽ ഇന്നും കീഴടങ്ങാൻ തയ്യാറാകാത്ത ചില പ്രകൃതി പ്രതിഭാസങ്ങളുണ്ട്. അത്തരമൊരു കഥയാണ് ഇന്ത്യയിലെ നന്ദാദേവി പർവ്വതത്തിൻ്റേത്. ആ കഥയിലേക്ക് ലോകായനത്തിൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ചൻജംഗ കഴിഞ്ഞാൽ പൂർണ്ണമായും രാജ്യത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ പർവ്വതമാണ് നന്ദാദേവി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 23ാമത്തെ കൊടുമുടി കൂടിയാണ് നന്ദാദേവി. 1965 നന്ദാദേവിയിൽ ലോകത്തെ നടുക്കിയതും ആ പർവ്വതത്തിൻ്റെ ഭാവി എന്നേക്കുമായി മാറ്റിമറിച്ചതുമായ ഒരു സംഭവം ഉണ്ടായി. പിന്നീട് നന്ദാദേവിയിൽ കയറാൻ സഞ്ചാരികളെയും പർവ്വതാരോഹകരെയും അനുവദിച്ചിരുന്നില്ല. 1965 മലയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് മുമ്പ് ഏഷ്യയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യം പിരിമുറുക്കത്തിലായിരുന്ന 1960കളുടെ തുടക്കത്തിലേക്ക് നമുക്കൊരല്പം പിറയിലേക്ക് പോകേണ്ടതുണ്ട്. അക്കാലത്ത് ചൈനയിലെ സിൻജിയാങ് ആണ് അവരുടെ ആണവ പരീക്ഷണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നത്. 1962 ചൈനയുമായുള്ള യുദ്ധത്തിൽ നിന്ന് ഇന്ത്യ അപ്പോഴും പിന്മാറിയിരുന്നില്ല. ശീതയുദ്ധത്തിൻ്റെ പിരിമുറുക്കത്തിൽ കുടുങ്ങിയ അമേരിക്ക ചൈനയുടെ മിസൈൽ ആണവ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് ഉചിതമായൊരു സ്ഥലം തേടിക്കൊണ്ടിരുന്ന സമയം കൂടിയായിരുന്നത്. ടെലിമെട്രി, ഭൂകമ്പ സിഗ്നലുകൾ അല്ലെങ്കിൽ ചൈനീസ് ആണവ പരീക്ഷണങ്ങളിൽ നിന്നുള്ള മറ്റ് ഡാറ്റ എന്നിവ മനസ്സിലാക്കുന്നതിന് ഹിമാലയത്തിൽ ഉയർന്ന സ്ഥലത്ത് ഒരു വിദൂര നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുക എന്ന ആശയം ഉയർന്നു വന്നു. എന്നാൽ ഈ കേന്ദ്രത്തിന് പ്രവർത്തിക്കാൻ വേണ്ട ഊർജത്തിന് പരമ്പരാഗത ഊർജ സ്രോതസ്സുകൾ അത്തരമൊരു ഉയർന്ന പ്രദേശത്ത് അപ്രായോഗികമായിരുന്നു. അതുകൊണ്ട് പ്ലൂട്ടോണിയം ക്യാപ്സൂളുകൾ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ഐസോട്ടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ അഥവാ RTG ഉപയോഗിക്കാനുള്ള നിർദ്ദേശത്തിലേക്കാണ് അവരെത്തിയത്. ഈ ചാരദൗത്യത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി നന്ദാദേവിയെ തിരഞ്ഞെടുത്തു. US സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി, ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ബ്യൂറോ എന്നിവയുമായി സഹകരിച്ച് ഇന്ത്യൻ പർവ്വതാരോഹകനും നാവികസേനയിലെ ഉയർന്ന പരിചയസമ്പന്നനുമായ ക്യാപ്റ്റൻ മൻമോഹൻ സിംഗ് കോഹ്ലിയാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. 1965 സെപ്റ്റംബറിൽ പരിവേഷണ സംഘം നന്ദാദേവി വന്യജീവി സങ്കേതത്തിൽ അവരുടെ ബേസ് ക്യാമ്പ് സ്ഥാപിച്ചു. പ്ലൂട്ടോണിയം ഇന്ധന ക്യാപ്സൂളുകൾ, ആൻറ്റിനകൾ, റിസീവറുകൾ എന്നിവയും കൂടാതെ അതിലേറെ ഏകദേശം 50-60 കിലോഗ്രാം ഭാരമുള്ള RTG ഉപകരണങ്ങളും ഉൾപ്പെട്ടിരുന്നു. പദ്ധതി പ്രകാരം ഷെർപ്പകൾ ഉപകരണം നിരവധി ക്യാമ്പുകളിലൂടെ കൊടുമുടിക്ക് സമീപമുള്ള ഒരു കുന്നിലേക്ക് കൊണ്ടുപോകും. 2 ഇന്ത്യക്കാർ 2 അമേരിക്കക്കാർ അടങ്ങുന്ന ടെക്നീഷ്യൻ സംഘം അതവിടെ സ്ഥാപിക്കും. ഈ പദ്ധതി പ്രകാരം ഒക്ടോബർ മധ്യത്തിൽ ദൗത്യം തെക്ക് കിഴക്കൻ കുന്നിലെ ക്യാമ്പ് 4ൽ ഇവ എത്തിച്ചു. എന്നാൽ പിന്നീട് അവിശ്വസനീയമായതാണ് സംഭവിച്ചത്. 1965 ഒക്ടോബർ 16 കാലാവസ്ഥ വളരെ മോശമായി. ഹിമപാതം ആരംഭിച്ചു. തുടർന്ന് പരക്കെ ഹിമപാത ഭീഷണി ഉയർന്നു. ഈ ചുറ്റുപാടിൽ ദൗത്യം തുടരുന്നത് വളരെ അപകടകരമായിരുന്നു. അതുകൊണ്ട് ക്യാപ്റ്റൻ കോഹ്ലി കൊടുമുടിയിലേക്കുള്ള കയറ്റം തൽക്കാലം നിർത്തിവെച്ചു. ഹിമപാതം ശമിച്ചു കഴിഞ്ഞാൽ തിരികെ വന്ന് ഉപകരണം സ്ഥാപിക്കുന്നത് തുടരാനുള്ള ഉദ്ദേശത്തോടെ പ്ലൂട്ടോണിയം ക്യാപ്സൂളുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സംഘം ക്യാമ്പിൽ നിന്നെടുക്കാതെ തിരികെ പോന്നു. ടീമിന് വീണ്ടും മുകളിലേക്ക് പോകാൻ കഴിയുമ്പോഴേക്കും 1966 അടുത്ത വർഷം സംഘത്തിലുള്ള എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് ഉപകരണം അപ്രത്യക്ഷമായി. മിക്കവാറും മഞ്ഞും ഹിമപാളികളുടെ സ്ഥാനചലനങ്ങളും ഒക്കെ ഉപകരണത്തെ അജ്ഞാതമായ മറ്റെവിടേക്കോ കൊണ്ടുപോയിരിക്കണം. ഉപകരണം നഷ്ടപ്പെട്ടതോടെ സംഘത്തിന് മുന്നിൽ ഒന്നും മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ: തൽക്കാലം ദൗത്യം ഉപേക്ഷിക്കുക. ഒരു ഹിമാനിയിൽ പ്ലൂട്ടോണിയം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം അപ്രത്യക്ഷമായത് അത് ഋഷിഗംഗയിലേക്കും പിന്നീട് ഗംഗാ തടത്തിലേക്കും ഒഴിയേക്കാം എന്നത് ഗുരുതരമായ പാരിസ്ഥിതിക ആശങ്കകൾ ഉയർത്തി. പ്ലൂട്ടോണിയത്തിന് ദീർഘകാല റേഡിയോ ആക്റ്റീവ് ആയുസ് ഉണ്ടെന്നുള്ളത്
മലിനീകരണം ഒരു യഥാർത്ഥ ഭീഷണിയായി അവശേഷിച്ചു. വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഈ സംഭവം പൊതുജനങ്ങൾക്കിടയിൽ പൂർണ്ണമായും അറിയപ്പെട്ടു തുടങ്ങിയത്. അതിൻ്റെ ഫലമായി ചുറ്റുമുള്ള പ്രദേശം, പ്രത്യേകിച്ച് നന്ദാദേവി വന്യജീവി സങ്കേതം, നിരവധി പർവ്വതാരോഹകർക്കും ട്രെക്കർമാർക്കും പ്രവേശനമില്ലാത്തതായി മാറി. വിദേശ പര്യവേഷണങ്ങൾക്ക് നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു. പർവ്വതാരോഹണ പാതകൾ കർശനമായി നിയന്ത്രിച്ചു. ഒടുവിൽ 1983 പർവ്വതാരോഹണം ഔദ്യോഗികമായി എന്നേക്കുമായി നിരോധിക്കുകയും പരിസ്ഥിതിക്കും സുരക്ഷയ്ക്കും വേണ്ടി ഈ പ്രദേശം സെൻസിറ്റീവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പരാജയപ്പെട്ട ദൗത്യം പൊതു പർവ്വതാരോഹണത്തിന് വിലക്കേർപ്പെടുത്താൻ കാരണമായി. നിർഭാഗ്യവശാൽ നിരവധി തിരച്ചിലുകൾ നടത്തിയെങ്കിലും ഉപകരണമോ പ്ലൂട്ടോണിയം ക്യാപ്സൂളുകളോ ഒരിക്കലും വീണ്ടെടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. വലിയ റേഡിയോ ആക്റ്റീവ് ചോർച്ചകളൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും നഷ്ടപ്പെട്ട എല്ലാ പ്ലൂട്ടോണിയം ക്യാപ്സൂളുകളിൽ നിന്നും അതിനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ദൗത്യം മുഴുവനും അന്ന് വളരെ രഹസ്യമായിരുന്നു. എന്നാൽ ഇപ്പോഴും എല്ലാം എല്ലാവർക്കും അറിയാൻ കഴിയുന്ന തരത്തിൽ തുറന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും ഇപ്പോൾ ലോകത്തിന് മുമ്പിൽ വെളിവായതൊക്കെ പൊതുവേദികളിൽ ലഭ്യവുമാണ്. 1965 നന്ദാദേവിയിലേക്കുള്ള ദൗത്യം ധീരമായൊരു നടപടിയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികളിൽ ഒന്നിലേക്ക് പ്ലൂട്ടോണിയം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചാര ഉപകരണം കൊണ്ടുപോവുക, അത് സ്ഥാപിക്കുക, ചൈനീസ് ആണവ പരീക്ഷണങ്ങൾ നിരീക്ഷിക്കുക, ഭൂമിയിലെ ഏറ്റവും പ്രതികൂലമായ ഭൂപ്രദേശങ്ങളിലൊന്നിൽ അങ്ങനെയൊക്കെ ചെയ്യുക അതിസാഹസികം തന്നെയായിരുന്നു. പക്ഷേ അത് പിൻവാങ്ങലിലും നിഗൂഢതയിലും പാരിസ്ഥിതിക ആശങ്കയിലുമാണ് അവസാനിച്ചത്. എന്നാൽ അതിലുപരി ഒരു പർവ്വതത്തെ മുഴുവൻ കൈകാര്യം ചെയ്ത രീതി അതിൻ്റെ വഴികൾ എന്നേക്കുമായി അടച്ചു എന്നുള്ളതാണ്. എങ്കിലും അതിൻ്റെ സാങ്കേതിക വിദ്യയും നിലയും അന്നത്തെ ശീതയുദ്ധ ഗൂഢാലോചനയും സംരക്ഷണത്തിനു വേണ്ടിയുള്ള പ്രവർത്തന മികവും കൊണ്ട് അതിൻ്റെ കഥ സമ്പന്നമാക്കി. പർവ്വതാരോഹകർക്കും നയരൂപീകരണ വിദഗ്ധർക്കും ചരിത്രം തേടുന്നവർക്കും ഒരുപോലെ നന്ദാദേവി ഇന്നും ഉയരം കീഴടങ്ങാൻ വിസമ്മതിക്കുന്ന ഒരു പർവ്വതമായി നിലകൊള്ളുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.